ചില കാര്യങ്ങളെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങളാണ്, അതായത് അനുഭവിച്ചറിയേണ്ടതായ കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ അനുഭവിക്കണം കേട്ടോ, എന്നെങ്കിൽ തന്നെയാണ് അത് നമുക്ക് അതിൻ്റെ ഒരു റിയലായിട്ടുള്ള ഒരു ഫീൽ തോന്നുള്ളൂ. കേൾക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാവുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും ഞാൻ പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മളെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഒരു ലോങ് വാക്ക്, ഒരുപാട് ദൂരം ഒരുമിച്ച് നടക്കുക, അത് വല്ലാത്തൊരു ഫീലാണ്. കാരണം ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ 1-2 കിലോമീറ്റർ എന്നല്ല, ഒരു 8-10 കിലോമീറ്ററെങ്കിലും ഒരുമിച്ച് നടക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റും. കാരണം അത്രയധികം സമയമുണ്ട്, അത് കേൾക്കാൻ പറ്റിയൊരു മനസ്സുള്ള ഒരാളും നമ്മുടെ കൂടെ ഉണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ്. അത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ഒരു സുഖം. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ഒന്നും ആരും നടക്കാറില്ല, എല്ലാവരും വണ്ടിയിൽ പോകുന്ന ആൾക്കാരാണ്. പിന്നെ സംസാരിക്കാൻ ആർക്കും ഒഴിവില്ല, കാരണം ഫോണ് ആണല്ലോ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കാനേ സമയമുള്ളൂ. ആർക്കും പരസ്പരം കേൾക്കാനും പറയാനൊന്നും സമയമില്ല. പക്ഷേ പണ്ട് അങ്ങനെയല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒരു 8-9 കിലോമീറ്റർ നടന്നാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ആ കൂട്ടുകാരിയും കൂടിയിട്ട് അത്രയും ദൂരം നടന്നു പോകുമ്പോഴേ എത്ര കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നു. ചിരി, കളി, തമാശ, പിന്നെ കണ്ണി കണ്ടതൊക്കെ പറിച്ച്, അതായത് കണ്ണിമാങ്ങ, പുളി ഇതൊക്കെ പറിച്ച് തിരിച്ച്, അങ്ങനെ ഒരു എന്താ പറയുക, അത്രയും സന്തോഷമുള്ളൊരു സമയം. ഇന്നും ഞാൻ അവളെ ഓർക്കുന്നത്, അവൾ തന്നിട്ടുള്ള ആ ഒരു അത്രയും ക്ലോസ് ആയിട്ടുള്ള ആ ഒരു സമയവും, അവളോടൊപ്പം ചിലവഴിച്ച സമയവും, ഞങ്ങൾ സംസാരിച്ചിരുന്ന കാര്യങ്ങളും, ആ ഒരു സുഖം ഇന്ന് വരെ എനിക്ക് പിന്നീട് കിട്ടിയിട്ടില്ല, ഇനിയൊട്ടും എനിക്ക് കിട്ടുമില്ല. കാരണം ഇന്നത്തെ തലമുറ, ഇന്നത്തെ കാലവും ഒക്കെ മാറി. പക്ഷേ അതൊരു നല്ലൊരു ഫീലാണ്. അത്രയും ദൂരം നടക്കുക, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കാനും കഴിയും. അങ്ങനെയുള്ളൊരു ആളുടെ കൂടെ ഒരുപാട് ദൂരം നടക്കുക എന്നുള്ളത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അതായത് അത് അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു സുഖം. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതുപോലെയാണ് നമ്മൾ ഇരുട്ടിൻ്റെ ആ ഒരു എന്താ പറയുക, ഡാർക്ക്നെസ്. ഇരുട്ടിനെ ഭയമുള്ളവരല്ലേ എല്ലാവരും. പക്ഷെ ഇന്ന് നമുക്കങ്ങനെ ഇരുട്ടില്ല. ഇന്ന് എല്ലായിടത്തും വെളിച്ചം, രാത്രിയായാലും എന്താ പറയുക, അമ്പിളിമാമൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വെളിച്ചമുണ്ട്. നക്ഷത്രങ്ങളുടെയും ഒക്കെ വെളിച്ചമില്ലെങ്കിലും നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ആയിട്ട് വെളിച്ചമുണ്ട്. പക്ഷേ വെളിച്ചമില്ലാത്തൊരു ഇരുട്ട്, വെറും ഇരുട്ട്, കണ്ണടച്ചാൽ എങ്ങനെയാണ് അതുപോലത്തെ ഒരു ഇരുട്ടിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയിട്ടുണ്ടോ നിങ്ങൾ? അത് വളരെ ഭയാനകമാണ്. കാരണം നമ്മുടെ തൊട്ട് മുന്നിൽ ഒരാൾ വന്ന് നിന്നാൽ പോലും നമ്മൾക്ക് കാണാൻ കഴിയാത്തത്ര ഇരുട്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുക എപ്പോഴാന്ന് വെച്ചാൽ, നല്ല മഴക്കാലമുള്ള സമയത്താണെങ്കിൽ കാർമേഘങ്ങളൊക്കെ നിറഞ്ഞ് നല്ല മഴ മൂടലും, പിന്നെ അപ്പോൾ നമുക്ക് എന്താ പറയുക, ചന്ദ്രൻ്റെ വെളിച്ചം ഉണ്ടാവില്ല, പിന്നെ കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഇല്ലാത്ത സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് ഈ ഇരുട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാലുള്ളൊരവസ്ഥ, അത് വളരെ ഭയാനകമാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഉള്ളിലുണ്ടാകുന്നൊരു ഭയം എന്താണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള ഇരുട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഇരുട്ടിൻ്റെ ഭയത്തെ അനുഭവിച്ചവർക്ക് ആ ഭയത്തിൻ്റെ ഒരു ഫീലും മനസ്സിലാവും. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരുപാട് ദൂരെയുള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ചില സമയങ്ങളിൽ രാത്രിയുടെ ദൈർഘ്യം കൂടുതലുള്ള സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 6 ആകുമ്പോഴേക്കും ഇരുട്ടാവുന്ന സമയത്ത് ഞാൻ കോളേജ് കഴിഞ്ഞ് എൻ്റെ വണ്ടി ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ കൂടെ നടക്കണം. വണ്ടി ഇറങ്ങുന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങുന്നത് ചിലപ്പോൾ 6-7 മണി സമയത്തായിരിക്കും. അത് കഴിഞ്ഞുള്ള ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജനമായ സ്ഥലം, ഒരു വീടുകളോ ഒരു മനുഷ്യന്മാരോ ഇല്ല, കറണ്ടില്ല, ഒരാൾക്കൊരു ഇരുട്ട്, നല്ല റോഡില്ല, മഴയൊക്കെ പെയ്തിങ്ങനെ റോഡിങ്ങനെ ചളിപ്പിളിയായിട്ടുള്ള ഒരു സ്ഥലം. അതിൽ കൂടെ നമ്മളിങ്ങനെ ഈ ചെറിയ ഒരു പീടിയുടെ വെളിച്ചത്തിന്, പീടിയ മുറികളുണ്ടാവുമല്ലോ,
അവിടുത്തെ വെളിച്ചം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് കണ്ണടച്ചാൽ നമ്മൾ എങ്ങനെ ഉണ്ടാവുക ഇരുട്ട്, അതേപോലത്തെ ഇരുട്ടിലേക്കാണ് പിന്നെ ഇറങ്ങേണ്ടത്. അപ്പോൾ അത്രയും ആ ഇരുട്ടിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴുണ്ടാകുന്ന നമ്മളുടെ ആ ഒരു ഭയം അത് അനുഭവിക്കുക വേണം. ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ അത്ര ഇരുട്ടിലൂടെ ഞാൻ 1 കിലോമീറ്റർ ഞാൻ ഒറ്റയ്ക്ക് നടന്നിട്ടുള്ള ആളാണ്, അതും എൻ്റെ 16-17 വയസ്സിൽ. അതുകൊണ്ട് അതൊരു വല്ലാത്ത ഫീലാണ്, അനുഭവിച്ചറിയണം. ഓക്കെ, ഇരുട്ടിൻ്റെ ഭയത്ത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാട്ടിലൂടെയൊക്കെ നടന്നിട്ടുണ്ടാവും, വലിയ വനത്തിലൂടെ, നല്ല എന്താ പറയുക പച്ചപ്പ്, കുളിര്, തണവ് ഒക്കെ ഉള്ള വനത്തിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് പ്രകൃതിയുമായിട്ട് അത്ര അധികം ഇണങ്ങി, അതായത് എന്താണ് പ്രകൃതി, എന്താണ് മരങ്ങൾ, പക്ഷികൾ, കിളികൾ, ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വനത്തിൻ്റെ ഉള്ളിലൂടെ നടക്കണം. ചെറിയ പുഴയോ തോടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെയുള്ള ആ വെള്ളം വെച്ച് വരുന്നത് അതിൽ കൂടെ ഒക്കെ ഒന്ന് കൈയും കാലും. ഇന്നത്തെ പോലത്തെ ഇതല്ല പറയുന്നത്, ഇന്നൊക്കെ ടൂറ് പോകുന്നവരങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നതൊരു 96, 97, അതായത് 20-ാം നൂറ്റാണ്ടിലെ കാര്യം വിചാരിച്ചാൽ മതി. 90-ന് ശേഷം 2000-ൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള സമയത്ത് അന്നൊക്കെ എന്താ പറയുക കാടുകൾ ഉണ്ട്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് കാടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുട്ടികളൊക്കെ വെക്കേഷനായി കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ പോലെ അകത്തിരുന്നിട്ട് മൊബൈൽ കളിക്കുന്ന കാലമല്ലല്ലോ അന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള പശുക്കളെയും ആടുകളെയും ഒക്കെ രാവിലെ അങ്ങോട്ട് കെട്ടഴിച്ചിട്ട് ഞങ്ങളും അതിൻ്റെ കൂടെ അവരെ പുറത്തൊക്കെ കയറിയ പോത്തൊക്കെ ഉണ്ടെങ്കിൽ പോത്തിൻ്റെ ഒക്കെ പുറത്ത് കയറി നിന്നിട്ടാണ് ഞങ്ങളൊക്കെ യാത്ര ചെയ്യുക. അങ്ങനെ പോയി ഞങ്ങൾ വലിയ കാട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണവും ചോറും ഇതൊന്നും അല്ല നമ്മൾ കഴിക്കുക, ആ കാട്ടിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കണ്ണി കണ്ട കായയും ഒക്കെ പറിച്ച് തിന്ന് ആ തോട്ടിലുള്ള വെള്ളമൊക്കെ കുടിച്ച് വൈകുന്നേരം വരെ ഈ കാട്ടിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ പ്രകൃതിയുമായി അത്ര അധികം ഇണങ്ങി, അത്രയും സന്തോഷമുള്ളൊരു കാലം. അതൊക്കെ ഒരു എന്താണ് പ്രകൃതി, എന്താണ് വനം, എന്താണ് മരങ്ങൾ, എന്താ കിളികൾ, എല്ലാത്തിനെയും നമുക്ക് ഫീൽ ചെയ്യുന്നൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ നല്ല വനത്തിലൂടെയൊക്കെ കുറച്ച് സമയമൊക്കെ ഒന്ന് നടന്നു നോക്കണം. അതൊക്കെ അനുഭവിച്ചറിയേണ്ട അതൊരു ഫീലാണ്. ഇന്നൊന്നും ആ ഫീൽ കിട്ടില്ല. പിന്നെ അതുപോലെ നമ്മുടെ വളർന്ന കാലത്ത് കറണ്ടില്ലാത്ത കാലത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഞാനൊക്കെ വളർന്നിട്ടുള്ള കറണ്ടില്ലാത്ത കാലത്ത് ഒരു കുഗ്രാമത്തിൽ വളർന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ കറണ്ടില്ലാത്ത സമയത്ത് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നമ്മളെ വളർത്തി, അല്ലെങ്കിൽ എന്നെ വളർത്തി, അല്ലെങ്കിൽ ഞാനൊക്കെ അങ്ങനെ പഠിച്ച് വളർന്നിട്ട് ഇന്ന് എൻ്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അത് നമ്മുടെ മക്കൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കറണ്ടില്ലാത്ത അവസ്ഥയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ട്യൂഷനും ആരും പറഞ്ഞു തരാനും ഗൈഡുകളും ഇന്നത്തെ പോലെ ഓൺലൈൻ ക്ലാസ്സുകളൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ പുസ്തകത്തിൽ നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ കാണാപ്പടം പഠിച്ചിട്ടൊക്കെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്ന് നമ്മുടെ മക്കൾക്കൊരു നല്ല കാലം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചു. അപ്പോൾ ആ ഒരു അനുഭവം ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അവരത് അനുഭവിക്കുന്നില്ല. കറണ്ടില്ലാത്തൊരു ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അല്ലേ? എന്തൊരു ബുദ്ധിമുട്ടാണ് കറണ്ടില്ലാത്തൊരവസ്ഥ. നമ്മൾ ആലോചിച്ച് നോക്കി, എല്ലാത്തിനും കറണ്ടിനെ ആശ്രയിച്ച് നടക്കുന്നൊരു കാലം. അപ്പോൾ അതും ഒരു അനുഭവമാണ്, അത് അനുഭവിച്ച് ഫീൽ ചെയ്യണം. പണ്ടത്തെ തലമുറയിലുള്ളവർക്കൊക്കെ അറിയാം. ഇന്നത്തെ തലമുറകൾ ഈ വീഡിയോസ് കാണുന്നുണ്ടാവില്ല, എങ്കിലും ഒരു 10-35 വയസ്സിന് മേലുള്ളവർക്കൊക്കെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ടാവും അല്ലേ? അതാണ് നമ്മൾ കറണ്ടില്ലാത്ത. അതുപോലെയാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് നമ്മൾ നിൽക്കണം എന്നാണ് പറയുന്നത്. എന്താണ് വിശപ്പ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പട്ടിണി എടുക്കണം. ഇപ്പോൾ നമ്മൾ മുസ്ലിംസൊക്കെ ആണെങ്കിൽ ഒരു മാസത്തെ നോമ്പൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അത് നമ്മളൊരു ദിവസം കഴിക്കുന്നില്ലെങ്കിലും രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫുഡ് തന്നെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കഴിക്കാതെ ഒരു 24 മണിക്കൂർ രാവും പകലും ഒന്നും കഴിക്കാതെ നമ്മളൊരു ദിവസം കഴിച്ച് കൂട്ടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശപ്പ് എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മൾക്ക് ഭക്ഷണത്തിൻ്റെ വിലയും മനസ്സിലാവും. ഒരു വിശക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടിയാലും അത് ടേസ്റ്റാണ്. അത് വിശപ്പ് അറിഞ്ഞെങ്കിലാണ് അതിൻ്റെ രുചി അറിയുള്ളൂ. അപ്പോൾ അത് ഒരു അനുഭവത്തിലൂടെ അറിയേണ്ട ഒരു സംഭവമാണ്. അതൊക്കെ ഒന്ന് ശീലിച്ച് നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് പട്ടിണി കിടന്നിട്ട് പിറ്റത്തെ ദിവസം ഒന്ന് കഴിച്ചു നോക്കുക.
അപ്പോഴായിരിക്കും നമ്മൾ ഭക്ഷണത്തിൻ്റെ വിലയും ഭക്ഷണത്തിൻ്റെ രുചിയും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്തു നോക്കണം. അതുപോലെ നമുക്കിന്ന് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇല്ലാതെ ഒരു 2-3 മാസമൊക്കെ ഒന്ന് അങ്ങനെ ജീവിക്കേണ്ടതായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി സാധിക്കുമെന്ന്. പക്ഷെ അങ്ങനെ ജീവിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ വേണ്ട ഒരു ആഴ്ചയെങ്കിലും നമ്മളത് അങ്ങനെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞ് നമ്മളെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എന്താണ് സോഷ്യൽ ലൈഫ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കാൻ സമയമില്ല, ആളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയമില്ല, ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ സമയമില്ല. പക്ഷേ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. എത്ര ദൂരത്തുള്ള ആളെ വേണമെങ്കിലും നമ്മൾ അറിയും. നമ്മൾ തൊട്ടടുത്തുള്ള ഒരാളേനെ, നമ്മൾ തൊട്ട അയൽപക്കത്തുള്ള ആളേനെ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞൊന്നും വരില്ല. കാരണം നമ്മളത്ര അധികം നമ്മളുടെ സോഷ്യൽ ലൈഫുമായിട്ട് അകന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മളതിനെ ഇപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കൂടിയിട്ട് കൂട്ടിലടച്ചിരിക്കുകയാണ് അല്ലേ. തത്തമ്മകൾ പണ്ടൊക്കെ കിളികളേനെ നമ്മൾ കൂട്ടിലടച്ച് പറഞ്ഞ പോലെ ഇന്നിപ്പോൾ നമ്മളാണ് കൂട്ടിൻ്റെ ഉള്ളിൽ. നമ്മൾ ആ കൂട്ടിൽ കിടന്നിട്ടുള്ള കാര്യമാണ്. നമുക്ക് പുറത്ത് ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരു മാസമൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയുമായിട്ടുള്ള ബന്ധം ഒക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ടൊന്ന് ജീവിച്ച് നോക്കും. അപ്പോൾ സോഷ്യൽ ലൈഫ് എന്താണെന്നൊന്ന് നമുക്ക് അനുഭവിക്കാം. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് തന്നെ ചെയ്യണം. അതുപോലെയാണ് ഒരു ദുശാഠ്യക്കാരനും ധാർഷ്ട്യക്കാരനും പിടിവാശിക്കാരനൊക്കെ ആയ, അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റായ ഒരു ബോസിൻ്റെ കീഴിൽ ജോലി ചെയ്യുക. ആ ജോലി ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾക്ക് അത്രയും വേറെ നിവൃത്തിയില്ല, വേറൊരു ജോലിയില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാതെ നമ്മൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനത്തെ ഒരു ബോസിൻ്റെ കീഴിൽ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നറിയോ? എങ്ങനെ നമ്മൾക്ക് ഒരാളുടെ മുന്നിൽ ക്ഷമിച്ച് സഹിച്ച്, സഹനശക്തി എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ക്ഷമിക്കുക എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബോസിൻ്റെ കീഴിൽ നമ്മൾ ജോലി ചെയ്യണം. അത് അത്രയും സ്ട്രിക്റ്റായൊരു ബോസിൻ്റെ കീഴിൽ അത്രയും കഷ്ടമുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കും. എങ്ങനെ സഹിക്കാം, എങ്ങനെ ക്ഷമിക്കാം, എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് അത് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബോസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസാണ്, നല്ലൊരു അനുഭവമാണ്, നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റും. അതുപോലെ നമ്മൾ ഈ ആനിമൽസായിട്ടുള്ളൊരു കൂട്ടുകെട്ട്, നമ്മൾ പെറ്റ്സ്, ഇപ്പോൾ നായ്ക്കളായിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, പശു ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, കാക്ക, എന്ത് മൃഗങ്ങളായിക്കോട്ടെ, മിണ്ടാപ്രാണികളായ ഏത് മൃഗങ്ങളുമായിട്ട് നമ്മളൊന്ന് അടുത്ത് നോക്കി നോക്കും. നമ്മൾക്ക് എന്താണ് അൺകണ്ടീഷണൽ ലവ് എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാപ്രാണികളെ സ്നേഹിച്ചാൽ മതി. അവർ തരുന്ന സ്നേഹം, അതായത് അവർ പറയാതെ നമുക്ക് അവരുടെ ഭാഷയും നമ്മൾ പറയാതെ നമ്മുടെ ഭാഷയും മനസ്സിലാക്കുക. അതായത് ഹൃദയങ്ങൾ തമ്മിലുള്ള ഭാഷ എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുക. വളരെ എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്ന അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് മിണ്ടാപ്രാണികളിൽ നിന്നാണ്. ഇന്ന് നമ്മൾ മനുഷ്യന്മാരെ ഇനി എത്രയൊക്കെ സ്നേഹിച്ചിട്ടും കാര്യമില്ല, അത്രയും സ്നേഹം നമുക്ക് ആരുടെ കയ്യിൽ നിന്നും കിട്ടില്ല. അത്രയും സ്നേഹമാണ് ഈ മിണ്ടാപ്രാണികൾക്ക്. അത് ഇന്നിപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും നായ്ക്കളെയൊക്കെ വളർത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ നായ്ക്കൾ മാത്രമല്ല, സ്നേഹമുള്ള എല്ലാ മൃഗങ്ങൾക്കും നമ്മൾ അവരെ ഒന്ന് സ്നേഹിച്ച് നോക്കുക. നമ്മൾ പറയാതെ നല്ല അതായത് നമ്മൾക്ക് ഒരു അടുപ്പം അവരോടുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും. അത് നമ്മൾ വീട്ടിൽ വളർത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. പുറത്ത് പാറി നടക്കുന്ന കാക്കയാണെങ്കിലും കൂടി നമ്മളൊരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരോട് കുറച്ച് ഇതായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവർ ആ സമയമാകുമ്പോൾ വരലും നമ്മൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നൊക്കെ ആയ ഒരു ഇത് വരും. അത് വളരെ ഇത്ര പേരിലൊരു സ്നേഹം എനിക്ക് വേറെ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ മിണ്ടാപ്രാണികളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എനിക്ക് അത്രയും ഇഷ്ടമാണ് മിണ്ടാപ്രാണികളെ. അവരത്രയും നമ്മളതിനെ തിരിച്ച് സ്നേഹിക്കും. അത് അങ്ങനെയാണ്, അതൊരു ഫീലാണ്. ആ ഫീല് നമ്മൾ അനുഭവിക്കേണ്ട വേണം. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ പഠിച്ച് വളർന്ന് വലിയവരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ പണമൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മളത് എങ്ങനെ ചിലവഴിക്കണം എന്നൊക്കെ അർമാദിച്ച് ചിലവഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ രക്ഷിതാക്കളെ ഒന്ന് ഓർക്കുക. നമ്മളെ വളർത്തി വലുതാക്കി നമ്മൾ ഇന്നത്തെ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടേതായ എന്തെങ്കിലും ഒരു സമ്മാനം, ചെറിയൊരു ഗിഫ്റ്റെങ്കിലും അവർക്ക് ഒരു വർഷത്തിൽ ഒരിക്കലും ഒരു ഗിഫ്റ്റെങ്കിലും മേടിച്ചു കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ
ഇതിലും വലിയൊരു സന്തോഷം നിങ്ങൾ വേറെയും കാണില്ല. പണം കൊടുത്താൽ നമുക്ക് ഇങ്ങനൊരു സന്തോഷം കൂടെ മേടിക്കാൻ പറ്റുന്നത്. കാരണം ചെറിയൊരു സമ്മാനമാണെങ്കിലും അത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് നമ്മളെ മക്കൾ തന്നതാണെന്ന് പറയാൻ അവർക്ക് വളരെ അഭിമാനമാണത്. അച്ഛനും അമ്മയ്ക്കും മക്കളിൽ നിന്നും കിട്ടുന്ന ചെറിയൊരു ഗിഫ്റ്റ്, അതൊക്കെ കൊടുക്കാൻ ശീലിക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ കാണുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അതൊക്കെ ഒരു ഫീലാണ്. അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൂടിയിട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ വലിയ അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാൻ ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കേ.